ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അപർണ സന്തോഷ്. ജാനുവരി 21 കൂടി നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വരും അല്ലേ. അപ്പോൾ എക്കണോമിക്സ് എങ്ങനെ പഠിച്ചു തുടങ്ങാം? ചിലവർക്ക് എക്കണോമിക്സ് ആയിട്ട് യാതൊരു ടച്ചും ഇല്ലാത്തവരാണ്. അപ്പോൾ എക്കണോമിക്സ് ഒരു ഈവൻ ഇഫ് അധികം ക്വസ്റ്റ്യൻസ് വന്നില്ലെങ്കിലും എക്കണോമിക്സിന്റെ ഏരിയ നമ്മുടെ RRBയിൽ ചോദിക്കുന്നത് ഭയങ്കര സിമ്പിളാണ്. ബേസിക് കൺസെപ്റ്റ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി തൊട്ട് എക്കണോമിക്സ് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. എന്തൊക്കെ പഠിക്കണം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. RRB ഗ്രൂപ്പ് ഡി എക്കണോമിക്സിൽ സാധാരണഗതിയിൽ ബേസിക് നമ്മൾ +1 +2 നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ചോദിക്കാറുള്ളത്. അതായത് ഡെഫിനിഷൻസ്, എക്സാമ്പിൾസ്, ഡെയിലി ലൈഫ് എക്കണോമിക് എക്സാമ്പിൾസ് ആസ്പദമാക്കിയിട്ടാണ് ഇവർ ചോദ്യം ചോദിക്കാറുള്ളത്. അതായത് ഇപ്പോൾ ഒരു ഗുഡിനെ ഇങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ വരും എന്നുള്ള രീതിയിൽ നമ്മുടെ ഡെയിലി ലൈഫിനെ കണക്ട് ചെയ്തിട്ടാണ് ഇവർ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഡെഫിനിഷൻ മസ്റ്റായിട്ട് പഠിക്കണം. ആ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡെഫിനിഷനെ നേരിട്ട് ആ ഡെഫിനിഷൻ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ട് ഇത് ഏതിൻ്റെയാണെന്ന് ചോദിക്കാറുണ്ട്. ഒരു ഡെഫിനിഷൻ, ഒരു ടോപ്പിക്കിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ട് ഇതിൽ ഏതാണ് ഓപ്ഷനിൽ ഇതിൻ്റെ കറക്റ്റായിട്ട് വരുന്നതെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഡെഫിനിഷൻ മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക. നമുക്കങ്ങനെ വലിയ ന്യൂമറിക്കൽസോ അഡ്വാൻസ്ഡ് തിയറീസോ ഒന്നും പഠിക്കാനില്ല. എന്താ പഠിക്കാനുള്ളത്? മൈക്രോയും മാക്രോയും, ബേസിക് ആയിട്ടുള്ള മൈക്രോയും മാക്രോയും ഇന്ത്യൻ എക്കോണമിയും മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. മൈക്രോ എക്കണോമിക്സ് ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തവർക്ക് എന്താ മൈക്രോ എന്താ മാക്രോ എന്ന് ചിലപ്പോൾ സംശയം തോന്നാം. നമ്മൾ +2 കൊമേഴ്സ് എടുത്തവർക്കും ഹ്യൂമാനിറ്റീസ് എടുത്തവർക്കും കേട്ടിട്ടുണ്ടാവും അല്ലേ. അതായത് നമ്മുടെ എക്കണോമിക്സിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ്. മൈക്രോ എന്ന് പറഞ്ഞാൽ സ്മോൾ, ഓക്കെ, സ്മോൾ, അതായത് ഒരു ഇൻഡിവിജ്വലിനെ പറ്റി. ഇപ്പം എന്നെ പറ്റി മാത്രം പഠിക്കുക, ഒരു ഇൻഡിവിജ്വലിനെ പറ്റി. എൻ്റെ ഇൻകം എത്ര, എൻ്റെ കൺസംഷൻ എത്ര, അതായത് എനിക്കുണ്ടായ ചെലവ് എത്ര, എനിക്കുണ്ടായ വരുമാനം, അതൊക്കെയാണ് എന്ത് മൈക്രോയിൽ പഠിക്കുന്നത്. മാക്രോ എന്ന് പറയുമ്പോൾ എന്താണ്? മാക്രോ എന്ന് പറഞ്ഞാൽ ഹോൾ, മൊത്തത്തിൽ പഠിക്കുക. മൈക്രോയിലെ എൻ്റെ ഇൻകം, ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻകം പഠിക്കുമ്പോൾ മാക്രോയിൽ എന്താണ്? ഒരു രാജ്യത്തിൻ്റെ, നേഷൻ്റെ ഇൻകമാണ് നോക്കുന്നത്, ഒരു രാജ്യത്തിൻ്റെ കൺസംഷനാണ് നോക്കുന്നത്. ഇതൊക്കെയാണ് മൈക്രോ മാക്രോയിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഇന്ത്യൻ എക്കോണമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, ഇന്ത്യനെ റിലേറ്റ് ചെയ്ത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ഏറ്റവും കൂടുതൽ ഏതൊക്കെ ഏരിയാസ് ഇന്ന് ക്വസ്റ്റ്യൻ വരുന്നത്? കൺസ്യൂമർ തിയറി, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, നാഷണൽ ഇൻകം, ഗവൺമെന്റ് ബഡ്ജറ്റ്, ടാക്സേഷൻ ആൻഡ് GST, ബേസിക് ഇന്ത്യൻ എക്കോണമി. ഈ ഇത്രയും ഭാഗത്ത് നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് സാധാരണഗതിയിൽ വരാറുള്ളൂ. എവിടേക്കാണ്? കൺസ്യൂമർ തിയറി, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, നാഷണൽ ഇൻകം, ഗവൺമെന്റ് ബഡ്ജറ്റ്, ടാക്സേഷൻ ആൻഡ് GST, ബേസിക് ഇന്ത്യൻ എക്കോണമി. ഈ ഇത്ര ഏരിയാസ് ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ആദ്യം കൺസ്യൂമർ തിയറിയിലെ ഏറ്റവും കൂടുതൽ ഏത് ചോദ്യങ്ങളാണ് ചോദിക്കാൻ നോക്കിയാലോ. കൺസ്യൂമർ ബിഹേവിയർ, യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഈ ഒരു ഏരിയാസ് ഇതാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇവിടെ നമ്മൾ ഡിമാൻഡ് എന്താന്ന് വരെ ചോദിക്കാറുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. യൂട്ടിലിറ്റിയിൽ നമുക്ക് 3 ടൈപ്പ് യൂട്ടിലിറ്റി വരുന്നുണ്ട്: ടോട്ടൽ യൂട്ടിലിറ്റി, ആവറേജ് യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി. സാധാരണഗതിയിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ മാർജിനൽ യൂട്ടിലിറ്റിയിൽ നിന്നാണ് ചോദ്യം ചോദിക്കാറുള്ളത്. ഈ മാർജിനലും ടോട്ടലും ആവറേജ് യൂട്ടിലിറ്റിയുടെയും ഇക്വേഷനും ജസ്റ്റ് അത് നോക്കി വെച്ചാൽ മതി. ശരിക്കും ഈ യൂട്ടിലിറ്റി ഒരു ട്രിക്കോട് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഏരിയ കേട്ടോ. അതുപോലെ തന്നെ എന്താണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഗോസിന്റെ ഫസ്റ്റ് ലോ എന്നൊക്കെ അതിനെ പറയും. നമുക്ക് അത്ര ഒന്നും പോകണ്ട. എന്താണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ എന്താണെന്ന് മാത്രം പറഞ്ഞിരിക്കുക, ഒരു എക്സാമ്പിൾ വെച്ച് അതിനെ പഠിക്കുക. ഇപ്പോൾ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ് നമ്മളൊരു സാധനം കൺസ്യൂം ചെയ്യും തോറും എന്താ സംഭവിക്കുക? നമുക്ക് ആദ്യമേ കൺസ്യൂം ചെയ്താൽ സാറ്റിസ്ഫാക്ഷൻ കൂടി വരും. ഒരു പോയിന്റ് എത്തുമ്പോൾ എന്താ, അത് താഴോട്ട് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ പോകുമെന്ന് പറയാം. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞാൽ എന്താ, ഞാൻ ഓടിക്കതച്ച് പരവേശം ഭയങ്കരമായിട്ട് ദാഹിച്ചു വരിക. അപ്പോൾ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്ന എൻ്റെ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കും അല്ലേ. അപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് വയ്ക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു കവളിൽ എന്താ നല്ല സന്തോഷം തോന്നുന്നു, ഹായ് സന്തോഷമായി, കുറേ വെള്ളം കുട്ടി. വീണ്ടും ഒരു കവൾ കുടിക്കുന്നു, വീണ്ടും ഒരു ഗ്ലാസ് കുടിക്കുന്നു. അങ്ങനെ കുടിച്ച് വരുമ്പോൾ എന്താ സാറ്റിസ്ഫാക്ഷൻ കൂടി വരും. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ എന്താ വയറൊരുമാതിരി വീർത്ത് ദാഹം നമുക്ക് ഓവറായെന്ന് ഫീൽ ചെയ്യും അല്ലേ. അതിനുശേഷം വെള്ളം കുടിച്ച് ചിലപ്പോൾ നമ്മളെന്താ ഛർദ്ദിക്കും അല്ലേ. അതാണ് നമ്മുടെ യൂട്ടിലിറ്റി എന്താ, ആദ്യം ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ ഒരു പോയിന്റ് എത്തിയതിനു ശേഷം താഴോട്ട് പോകുന്നു. ഇതുപോലെ എന്താ റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ എക്കണോമിക്സ് ഭയങ്കര രസമായിരിക്കും പഠിക്കുക. നമ്മുടെ പ്രത്യേകിച്ച് RRBയിൽ അത്രയൊക്കെ നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ ഇലാസിറ്റി എന്ന് പറയുന്ന ഏരിയ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നാറുണ്ട്. ഇലാസിറ്റിയുടെ ആ ഇക്വേഷനും ഡെഫിനിഷനും വെച്ച് ഇഷ്ടം പോലെ ചോദ്യം ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇലാസിറ്റി എന്താണെന്ന് പഠിക്കുക, ഇലാസിറ്റി, ഇൻഇലാസ്റ്റിക് പഠിക്കുക, യൂണിറ്റ് ഇലാസിറ്റി തന്നെ ടൈപ്സ് ഉണ്ട് അതിൻ്റെ. നമുക്കത് എന്താണെന്ന് ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ മതി. അതൊരു സിമ്പിൾ ഏരിയ ആണ്. അതുപോലെ തന്നെ റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് പഠിക്കുന്നതായിരിക്കും ഇതും ബെറ്റർ എന്ന് പറയുന്നത്. ഇനി പ്രൊഡക്ഷൻ്റെ ഏരിയ വരുമ്പോഴത്തേക്കും ലോ ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷനും പഠിക്കുക. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്. അത് ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കോസ്റ്റ് കൺസെപ്റ്റ്,
യൂട്ടിലിറ്റിയിൽ ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി, ആവറേജ് യൂട്ടിലിറ്റി എന്ന് പറയുന്ന പോലെ ഇവിടെയും ടോട്ടൽ യൂട്ടിലിറ്റി, ഇവിടെ കോസ്റ്റ് വരുമ്പോൾ എന്താ നമുക്ക് ടോട്ടൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്. ഈ ആവറേജ് അതായത് നമ്മുടെ ഈ ഇല്ലേ ആവറേജ്, മാർജിനൽ, ടോട്ടൽ, ഇങ്ങനെ 3 സംഭവങ്ങളാണ് നമ്മളുള്ളത്. ഇതിൻ്റെ കോസ്റ്റ് ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും, കോസ്റ്റ് ഉണ്ടാവാം, യൂട്ടിലിറ്റി ഉണ്ടാവാം, പ്രൊഡക്റ്റ് ഉണ്ടാവാം. ഇങ്ങനെ ഈ 3 സാധനങ്ങൾ, ആവറേജ് കോസ്റ്റ്, ആവറേജ് യൂട്ടിലിറ്റി, ആവറേജ് പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ യൂട്ടിലിറ്റി, ഇങ്ങനെ 3 സംഭവങ്ങളും ഈ 3 എണ്ണത്തിൻ്റെയും പഠിക്കാനുണ്ട് കേട്ടോ. അവരുടെ റിലേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ 3 തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിരിക്കുക എന്നതാണ്. ഇതൊരു ഷുവറാണ്, ഷുവർ ഷോട്ടാണ് കേട്ടോ. ഈ 3 പഠിച്ചിരിക്കുക, 3ത്തിൻ്റെയും റിലേഷനും പഠിച്ചിരിക്കുക. അതുപോലെ കോസ്റ്റിൽ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ഉണ്ട്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഇഫ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ, ഇപ്പം ഞാൻ വാടകയ്ക്ക് വീടെടുത്തേക്കുക, എന്നിട്ട് ഞാൻ വേറെ എടുത്താൽ താമസിക്കണം, ഞാൻ വാടകയ്ക്ക് വീട് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വാടക കൃത്യമായിട്ട് കൊടുത്തേ പറ്റൂ. അതാണ് എൻ്റെ ഫിക്സഡ് കോസ്റ്റ്. അല്ലെങ്കിൽ ഞാനൊരു കമ്പനി നടത്താണ്, എൻ്റെ കമ്പനിക്ക് നഷ്ടമായാലും ലാഭമായാലും ഞാൻ എൻ്റെ എംപ്ലോയീസിന് സാലറി കൊടുത്തേ പറ്റൂ. അതെൻ്റെ ഫിക്സഡ് കോസ്റ്റാണ്. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയാൽ മാത്രമേ ആ കോസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തപ്പോൾ മാത്രമല്ല എനിക്ക് ആ കോസ്റ്റ് ഉണ്ടാവുള്ളൂ, മേടിക്കാതിരുന്ന ആ കോസ്റ്റ് ഉണ്ടാവില്ല. അതാണ് വേരിയബിൾ കോസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർജിനൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ് എന്നൊക്കെ. അപ്പം ഇതിൽ നിന്ന് ഇതിൽ ഏതാണ് ഫിക്സഡ് കോസ്റ്റ്, ഏതാണ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും. ഇപ്പം സാലറി, റെന്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ് കേട്ടോ. സാലറി ഒക്കെ എന്താ ഫിക്സഡ് കോസ്റ്റുകളാണ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്ന റോ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ മേടിച്ചാൽ മാത്രമാണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടന്നാൽ മാത്രമേ ആ കോസ്റ്റ് ഉണ്ടാവുമെങ്കിൽ അതിനെയാണ് വേരിയബിൾ കോസ്റ്റ് തന്നെ. പെട്ടെന്ന് കേൾക്കുമ്പോൾ സംശയം തോന്നും, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഇതെല്ലാം സിമ്പിൾ ടോപ്പിക്സ് ആണ് കേട്ടോ. ഓക്കെ, ഇനി വരുന്നത് എന്താണ്, ഇതിനു മുമ്പ് ഇവിടെ ഞാനൊരു ഇപ്പോൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനൊക്കെ നമുക്ക് വലിയൊരു ഫിഗേഴ്സ് വന്നെ. അപ്പോൾ ഞാൻ കൺസെപ്റ്റ് മാത്രം മതി, കർവ് പഠിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ശരി, നമുക്ക് കർവ് പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ കർവിൻ്റെ ഇമ്പോർട്ടൻസ് എവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ മാർജിനൽ പ്രൊഡക്റ്റ്, അതായത് ടോട്ടൽ യൂട്ടിലിറ്റി, ടോട്ടൽ റവന്യൂ, ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ തന്നെ മാർജിനൽ പ്രൊഡക്റ്റ് വരുന്നത്. മാർജിനൽ പ്രൊഡക്റ്റ് പോസിറ്റീവാണ്, ബട്ട് ഡിക്ലൈനിങ്. ഇറ്റ് മീൻസ് എന്താണ്, ഇത് നമ്മൾ ടോട്ടൽ പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും നമ്മൾ റിലേഷൻ കാണിക്കുന്ന ഒരു ഫിഗർ ഉണ്ട്. ഓക്കെ, ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് ഇവിടെ ഒരു എക്സ് ചെയ്തിട്ട് താഴോട്ട് പോകുന്നു. അതനുസരിച്ച് എന്താ മാർജിനൽ കോസ്റ്റും അങ്ങനെ തന്നെ ഈ ഒരു പോയിന്റിൽ മാർജിനൽ കോസ്റ്റ് നെഗറ്റീവ് ആവുന്നേ ഉള്ളൂ. ഇവിടെ നോക്കിക്കേ, ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റും ഇൻക്രീസ് ചെയ്യായിരിക്കും. അതിനുശേഷം മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്രീസ് ചെയ്യുകയാണ്, താഴോട്ട് പോകുമ്പോൾ ഇത് ഇൻക്രീസ് ചെയ്യാണ്, ബട്ട് അറ്റ് ഡിക്രീസിങ് റേറ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഫിഗർ മനസ്സിലാക്കി പഠിക്കണം. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിന് ഫിഗർ അറിഞ്ഞിരുന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. സോ നമ്മുടെ ആൻസർ ഇതിൻ്റെ അകത്ത് വരുന്നത് ഓപ്ഷൻ ബി ആണ്. TP ഇൻക്രീസസ് അറ്റ് ഡിക്രീസിങ് റേറ്റ്. എന്താണ് ഇൻക്രീസിങ് റേറ്റ്, ഡിക്രീസിങ് റേറ്റ് എന്നൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ റിക്വസ്റ്റ് നമ്മൾ എന്താണ് ഇൻക്രീസിങ് റേറ്റ്, ഡിക്രീസിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ, ഇൻക്രീസിങ് റേറ്റ് തന്നെ ആ റേറ്റ് ഓഫ് ഗ്രോത്ത് സ്പീഡിലായിരിക്കും, ഡിക്രീസിങ് തന്നെ റേറ്റ് ഓഫ് ഗ്രോത്ത് കുറവായിരിക്കും. ഇപ്പോൾ ഒറ്റയടിക്ക് പറയുമ്പോൾ കൺഫ്യൂസിങ് ഉണ്ടാവും. ഈ ഒരു ഏരിയാസിനെ എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ മതിയേ. ഇനി അടുത്ത ഭാഗം നോക്കിയാലോ, മാർക്കറ്റ് പ്രൈസ്. എന്താണ് ഡിമാൻഡ്, എന്താണ് സപ്ലൈ, ഇക്വിലിബ്രിയം പ്രൈസ്. ഇതിലും ഡെഫിനിഷൻ ബേസ്ഡ് ആയിട്ടുള്ള നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നാഷണൽ ഇൻകം വരുമ്പോൾ എന്താണ് GDP, എന്താണ് GNP, അതിന്റെ ഫുൾ ഫോം പഠിക്കണം, ആ ഇക്വേഷനും പഠിച്ചിരിക്കണം. നാഷണൽ ഇൻകത്തിന്റെ എന്താണ് നാഷണൽ ഇൻകം, എന്താണ് പേഴ്സണൽ ഇൻകം, ഡിസ്പോസിബിൾ ഇൻകം എന്താണെന്നിരിക്കുക, ഫുൾ ഫോംസ്. അതായത് ഇപ്പോൾ NDP, GDP, NNP, GNP എന്ന് പറഞ്ഞ സംഭവങ്ങളിലേക്ക് എന്താണ് ഫുൾ ഫോം എന്നറിയുക. GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഇത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അവർ തമ്മിൽ വ്യത്യാസം എന്താണ്, ഇതെല്ലാം അറിഞ്ഞിരിക്കുക. പിന്നെ ബഡ്ജറ്റ് വരുമ്പോഴത്തേക്കും റവന്യൂ റെസീപ്റ്റ്സ്, ക്യാപിറ്റൽ റെസീപ്റ്റ്സ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അങ്ങനെ കുറേ ടേംസ് ബഡ്ജറ്റ് വരുന്നത്. എന്താണ് ബഡ്ജറ്റ് എന്ന് തൊട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോകുന്നതായിരിക്കും ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഏരിയ. കുറേ ഈ ഏരിയസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബഡ്ജറ്റിൽ ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ്, ആ ഇക്വേഷനും കൂടെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ ടാക്സേഷൻ്റെ വരുമ്പോൾ ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്, GST ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ഡയറക്റ്റ് ടാക്സ്, GST ഏതിന് റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വന്നത്, GST ഏതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വന്നത്, വാറ്റിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വന്നത്. വാല്യൂ ആഡഡ് ടാക്സിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വന്നത്. വർഷവും ഇയർ എല്ലാം പഠിച്ചു വെക്കണം കേട്ടോ. എന്താണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ടാക്സിന്റെ വ്യത്യാസം? ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ മേലിലാണോ ആ ടാക്സ്, അതായത് ഡയറക്റ്റ് ടാക്സ് ഇൻഡയറക്റ്റ് നമ്മുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റിംഗ് പോസിബിൾ അല്ല. അതായത് ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ മേലിലാണോ ടാക്സ് ഏർപ്പെടുത്തി അയാൾ തന്നെ പേ ചെയ്യണം. അതായത് ഇൻകം ടാക്സ്, എൻ്റെ മേലെയാണ് ഗവൺമെന്റ് ഇൻകം ടാക്സ് ചുമത്തിയെങ്കിൽ ഞാൻ തന്നെ ഇൻകം ടാക്സ് അടയ്ക്കാം.
ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റിംഗ് പോസിബിൾ ആണ്. ഒരു പ്രൊഡ്യൂസറിന്റെ മേലെയായിരിക്കും ഗവൺമെന്റ് GST ഏർപ്പെടുത്തിയത്. ആ പ്രൊഡ്യൂസർ എന്ത് ചെയ്യുന്നു, അത് റീറ്റെയിലർക്ക് കൊടുക്കുന്നു. റീറ്റെയിലർ അവസാനം നമ്മുടെ തലയിൽ വെക്കണം. അവസാനം കൺസ്യൂമേഴ്സ് തന്നെയായിരിക്കും ഈ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അത് ഞാൻ എന്താ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്ന് പറയുന്നത് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇന്ത്യൻ എക്കോണമി എന്ന് പറയുമ്പോൾ മിക്സഡ് എക്കോണമി എന്നാണ്. ഇന്ത്യൻ എക്കോണമി ഫീച്ചേഴ്സ്, റോൾ ഓഫ് ഗവൺമെന്റ് എന്നുള്ള രീതിയിലുള്ള നമ്മുടെ കറണ്ട് അഫെയർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എന്താണ് ഒരു ബേസിക് കറണ്ട് അഫെയർ എന്ന് നമുക്ക് പറയാം. ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡെഫിനിഷൻസ് കൃത്യമായിട്ട് എന്താണ് ഇതിൽ നിന്ന് പഠിക്കുന്നതെന്ന് ഇപ്പോൾ ക്ലിയർ ആയല്ലോ. എന്തൊക്കെ പഠിക്കണം? ഇനി ഡെഫിനിഷൻസ് കൃത്യമായിട്ട് പഠിക്കണം. എന്താണ് ആ തിയറി പറയുന്നത്. അതുപോലെ തന്നെ ഇലാസിറ്റിയിലേക്ക് എന്താണ് ഇക്വേഷനും, ആ ഡെഫിനിഷൻ തന്നെ ആ ഇക്വേഷനും വരുന്നുണ്ട്. അതുപോലെ ഇക്വേഷൻ പറഞ്ഞിരിക്കുക. ഡെയിലി ലൈഫ് എക്സാമ്പിൾസിനെ കണക്ട് ചെയ്ത് വേണം കേട്ടോ ഇത് പഠിക്കാനായിട്ട്. അതുപോലെ തന്നെ ബഡ്ജറ്റ് ആൻഡ് കോസ്റ്റ് കൺസെപ്റ്റ് നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഏറ്റവും ബെറ്റർ ഇത് പഠിച്ചതിന് ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സുഖമായിട്ട് RRB എക്കണോമിക്സ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. RRB എക്കണോമിക്സ് നമുക്ക് ഭയങ്കര ബേസിക് ആണ്. നമ്മളൊന്ന് മനസ്സിരുത്തിയ ആ ഒരു ഭാഗത്തു നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 8089200474. അത് കൂടാതെ തന്നെ നമുക്കൊരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ RRB ഗ്രൂപ്പ് ഡിക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്